So, good morning, everyone. I welcome you all to the third day of our webinar. Actually, I think I am audible. So, we will talk coordinate system and map projections in the topic. First day, we will remote sensing, GIS, Geographic Information System, and a brief introductory session. Second day, we will type of data. Data models are GIS use raster model, vector model. That will analysis. This is second day. This is important topic. It's interesting as well as it's little bit confusing also. Other coordinate system and map projections in the topic. In the data, Geographic Information System in the platform അതിനൊരു കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻഡ് ആയിരിക്കണം. ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻഡ് ആയാൽ മാത്രമേ നമുക്കത് GIS എന്നൊരു പ്ലാറ്റ്ഫോമിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു ബിൽഡിംഗ് ആയാലും അല്ലെങ്കിൽ നമ്മളൊരു സിറ്റി ആയാലും നമ്മൾ എന്ത് ഫീച്ചേഴ്സ് ആയാലും അതിന് ഒരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റം, മേ ബി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അല്ലെങ്കിൽ മേ ബി ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് GISൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോർഡിനേറ്റ്, എന്തൊക്കെയാണ് കോർഡിനേറ്റ് സിസ്റ്റം? ഇനി നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ലീനിയർ മെഷർമെന്റ്സ്, അതായത് റിയൽ വേൾഡ് മെഷർമെന്റ്സ് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടിയാണ് നമ്മൾ മാപ്പ് പ്രൊജക്ഷൻസ് എന്നൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതിന്റെ ബേസിക് ചെറിയ ചെറിയ പ്രിൻസിപ്പിൾസ്, അതാണ് നമ്മൾ ഇന്ന് ടച്ച് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us start. സോ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്, when talking about coordinate system and GIS, നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ടെർമിനോളജി എന്ന് പറയുന്നത് ജിയോറഫറൻസിംഗ് ആണ്. സോ വാട്ട് ഈസ് ജിയോറഫറൻസിംഗ്? Georeferencing, the representation of the location of real world features within the spatial framework of a particular coordinate system. അതായത് ഒരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ റിയൽ വേൾഡ് ഫീച്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ജിയോ റെഫറൻസിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി ഒന്നുമില്ല, നമ്മളൊരു ബിൽഡിങ്ങോ ഒരു ഫീച്ചറോ അതിൽ നമ്മളൊരു ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂ, ഒരു കോർഡിനേറ്റ് വാല്യൂ, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വാല്യൂ അതിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജിയോ റെഫറൻസിംഗ് എന്ന് പറയുന്നത്. എന്ത് ഫീച്ചേഴ്സിലും ജിയോ റെഫറൻസിംഗ് വഴി ഈ കോർഡിനേറ്റ്സ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതൊരു സ്പേഷ്യൽ ഫ്രെയിംവർക്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ, GIS പ്ലാറ്റ്ഫോമിൽ. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജിയോ റെഫറൻസിംഗ് എന്ന് പറയുന്നത്. സോ ഈ സ്പേഷ്യൽ ഫ്രെയിംവർക്ക് അത് കുറച്ച് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യും. അതിൽ ഒന്ന് വെരി ഇമ്പോർട്ടന്റ് ഈ സ്പേഷ്യൽ സ്കെയിൽ. അത് അതർ തിങ് ഈസ് വാട്ട് മോഡൽ. നമ്മൾ റിയൽ വേൾഡിലോട്ട് വരുമ്പോൾ എന്തെല്ലാം എർത്ത് മോഡൽസ് ആണ് നമ്മൾ അതിലോട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് മോഡൽസ് യൂസ് ചെയ്യുന്നാലും അതിലൊരു റെഫറൻസ് ഡാറ്റ വേണം. എന്തൊക്കെ തരം റെഫറൻസ് ഡാറ്റ ആണ് അവൈലബിൾ. Then of course about coordinate system and map projection. So let us talk about spatial scale. Okay, so നമുക്ക് റിയൽ വേൾഡ് ഫീച്ചേഴ്സിനെ ആസ് സച്ച് നമുക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് പ്ലാറ്റ്ഫോമിലോട്ട് അതേ സൈസിലും ഷേപ്പിലും നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. Like what we do in graphics or what we do in building drawing. Okay, what we do, like നമ്മൾ അതിനെ ഒരു പെർട്ടിക്കുലർ സ്കെയിലിൽ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. So let us say if 1 centimeter is equal to 0.5 kilometer. Okay, so what scale we are achieving is like 1:50,000. ഈ സ്കെയിലിന് നമ്മൾ the preferred method is the representative factor. അതായത് നമ്മുടെ റിയൽ വേൾഡ് ടു മാപ്പ് പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. ആസ് വി കനോട്ട് ഇഫ് യു ആർ റെപ്രസെന്റിംഗ് 1 kilometer റോഡ്, നമുക്ക് ഒരു 1 kilometer റോഡ് ഒരിക്കലും ഒരു പേപ്പറിൽ വെറുതെ 1 kilometer റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സ്കെയിൽ എന്നുള്ളൊരു പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ സ്കെയിൽ കൂടുന്തോറും, അതായത് ലാർജർ സ്കെയിൽ മാപ്സ് ഹാവ് എ ലാർജർ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. ഓക്കെ, സോ അതായത് നമ്മുടെ ഡിനോമിനേറ്റർ വാല്യൂ, അതായത് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. മേ ബി ഇറ്റ് ഈസ് ലൈക്ക് 1:50,000 ഇന്ന് നമ്മൾ 1:10,000 എന്നുള്ളൊരു വാല്യൂലോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിലിംഗ്, അതായത് നമ്മുടെ സ്കെയിൽ കൂട്ടുവാണ്, നമ്മൾ കൂടുതൽ സൂം ഇൻ ചെയ്യുവാണ്. ഓക്കെ, ദേ ആർ മോർ സൂംഡ് ഇൻ ആൻഡ് they show more details. So അതായത് സ്കെയിൽ കൂടുന്തോറും, ഡിനോമിനേറ്റർ വാല്യൂ കുറയുന്തോറും നമ്മുടെ ഡീറ്റെയിൽസും കൂടുകയാണ്. Despite the ability to zoom in or out in GIS, the scale of the source data remains important and should be included in the metadata. So let me tell you what is metadata at first. Every data should hold the metadata. Metadata നമ്മൾ ബേസിക്കലി പറയുന്ന ഡാറ്റ ഓഫ് ഡാറ്റ എന്നാണ്.
അതായത് നിങ്ങൾ എന്ത് ഡാറ്റയാണോ അക്വയർ ചെയ്തത് അല്ലെങ്കിൽ കളക്ട് ചെയ്തത്, ആ ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റയാണ് മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. മേ ബി നമ്മളിപ്പോൾ ഒരാളുടെ പേര്, ഇപ്പോൾ നമ്മൾ പേര് മെൻഷൻ ചെയ്തിട്ട് ആ പേരുള്ള വ്യക്തി, ആ ആളുടെ പേര്, വയസ്സ്, അഡ്രസ്സ്, അപ്പൊ അതൊക്കെ ആയിരിക്കും ആ ഡാറ്റയുടെ ഒന്നുകിൽ അതിനെ ആട്രിബ്യൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ മെറ്റാഡാറ്റ. ഇപ്പൊ നമ്മൾ ഒരു വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യണം. അപ്പൊ വാട്ടർ സാമ്പിളില് അതിന്റെ ക്വാളിറ്റിയും ബാക്കി പാരാമീറ്റേഴ്സ് അതിന്റെ ആട്രിബ്യൂട്ട് പോയിട്ട് നമ്മൾ എന്നാണ് കളക്ട് ചെയ്തത്, നമ്മൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്, ഇതൊക്കെ അതിന്റെ മെറ്റാഡാറ്റ ആകും. സോ ഡാറ്റ ഓഫ് എ ഡാറ്റ ഈസ് കോൾഡ് മെറ്റാഡാറ്റ. നമ്മൾ GISൽ നമുക്ക് മാക്സിമം സൂമിംഗ് എബിലിറ്റിയും സൂം ഔട്ട് എബിലിറ്റിയും ഒക്കെ ഉണ്ട്. ബട്ട് വാട്ട് മാറ്റേഴ്സ് ഇസ് ദ സ്കെയിൽ. നമ്മൾ എത്ര സ്കെയിലാണ് ഈ ഡാറ്റ റെപ്രസെന്റ് ചെയ്ത് ആ സ്കെയിലിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ആ ഡാറ്റയിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മൾ ഒരുപാട് സൂം ഇൻ ചെയ്തെന്ന് പറഞ്ഞ് ആ സ്കെയിൽ നമ്മൾ കൂട്ടുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ വിഷ്വലി കുറച്ചുകൂടെ സൂംഡ് ഇൻ ആവുന്നേ ഉള്ളൂ. ബട്ട് വാട്ട് എവർ സ്കെയിൽ വി ആർ മെൻഷനിങ് ദ ഡാറ്റ, ആ സ്കെയിലിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ആ ഡാറ്റയിൽ നിന്ന് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ മാപ്പ് സ്കെയിൽ ഇപ്പൊ നമ്മളൊരു 1:1000, ഇത് മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും ലൈക്ക് അറിയാം. ഗ്രാഫിക്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ 1:1000 എന്നൊരു സ്കെയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും, നമ്മൾ 1 മീറ്റർ എന്നുള്ളൊരു ഒരു മെഷർമെന്റ് ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ പറ്റുന്ന മിനിമം മെഷർമെന്റ്. സോ അതിന്റെ റാസ്റ്റർ റെസൊല്യൂഷൻ, when we are talking about the raster resolution, it is always the detectable size by 2, so that becomes 0.5 meters. So 1:5000 ആണ് നിങ്ങളുടെ സ്കെയിൽ എങ്കിൽ അത് ഡിറ്റക്ടബിൾ സൈസ് എന്നുള്ള 5 meters ആയിരിക്കും. അതിന്റെ റാസ്റ്റർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2.5 meters ആയിരിക്കും. So that is basic spatial scale what we do in graphics and other building drawing techniques what we use. അതിനെ നമ്മൾ ഒരു GIS പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരുവാണ്. സോ ഇനി നമ്മൾ റിയൽ വേൾഡ് സിനാരിയോസ്, അതായത് നമ്മുടെ എർത്തിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ അതിനൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ മെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഷേപ്പ് ഓഫ് ദ എർത്ത് ആണ്. നമ്മൾ ബേസിക്കലി നമ്മളൊരു സർക്കിൾ എന്നോ നമ്മളൊരു സ്ഫിയർ എന്നോ എലിപ്സ് എന്നോ ഒക്കെ പറയുമെങ്കിലും നമ്മളൊരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിയൽ വേൾഡ് അനാലിസിസിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട അതിന്റെ ഒരു റിയൽ വേൾഡ് മോഡൽസ് ആണ്. അതായത് എങ്ങനെയാണ് എർത്ത് എന്നുള്ളതിന്റെ ഒരു റിയൽ വേൾഡ് മോഡൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് depiction of 3-dimensional position requires 3-dimensional surface. So എന്തായാലും നമ്മുടെ റിയൽ വേൾഡ് സിനാരിയോ എന്ന് പറയുന്നത് ഒരു 3-dimensional സിനാരിയോ ആണ്. റിയൽ വേൾഡ് സിനാരിയോ 3-dimensional സിനാരിയോ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 3-dimensional സർഫസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ. സോ what we do is first approximation and a convenient surface to represent the earth is geoid. നമ്മൾ എർത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സർഫസ് എന്ന് പറയുന്നത് ബേസിക്കലി geoid ആണ്. So geoid is an equipotential surface of the earth's gravitational field on an average constant with mean sea level in the open oceans. So this is something important. Geoid എന്ന് പറയുന്നത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് എർത്തിലെ ഇക്വിപൊട്ടൻഷ്യൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ സർഫസ് ആണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ഏതെല്ലാം പോയിന്റിലാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈക്വൽ, ആ പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ഒരു മോഡലാണ് നമ്മുടെ ഒരു ജിയോയിഡൽ മോഡൽ എന്ന് പറയുന്നത്. സോ അത് നമ്മുടെ മീൻ സീ ലെവലുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അതായത് 0 വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും മീൻ സീ ലെവലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂ ആണ്. സോ due to the variation in gravity, the geoid undulates significantly and a regular mathematical model is required for the calculation association with the data. An appropriate mathematical model is an ellipsoid. So നമ്മൾ അറിയാം, നമുക്ക് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക് ഡൈനാമിക്, ഇറ്റ്സ് വെരി മച്ച് അണ്ടുലേറ്റിംഗ്. സോ നമുക്ക് ഈ ഒരു ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്കൊരു റെഫറൻസ് ഡാറ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം വേണം. നമുക്കൊരു മാത്തമാറ്റിക്കൽ മോഡലിന് നമുക്ക് ഈ ജിയോയിഡിന്റെ വാല്യൂസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡാറ്റം വേണം. സോ ദീസ് ആർ ടു തിങ്സ്, റൈറ്റ്? ഇറ്റ് ഈസ് നോട്ട് വൺ തിങ്. ഒരു ഡാറ്റം വേണം, നമുക്കൊരു ജിയോയിഡ് വേണം. ഈ ജിയോയിഡിനെ മാക്സിമം ജിയോയിഡിന്റെ സർഫസ് ഡെപിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റമാണ് നമ്മൾ എടുക്കേണ്ടത്. സോ അങ്ങനെ ഒരു ഡാറ്റമാണ് ഒരു എലിപ്സോയിഡ് അല്ലെങ്കിൽ ഒരു സ്പെറോയിഡ് എന്ന് പറയുന്ന ഡാറ്റ. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം the coming slides. So the geoid is particularly what I said is equipotential surface of Earth's gravitational field that most closely approximate the mean sea surface. The geoid is one such surface with a particular potential value. ഒരു particular gravitational potential value ഉള്ള ഒരു സർഫസ്, that is what is called geoid. നമ്മുടെ അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസിന്റെ പ്രാക്ടിക്കൽ വാല്യൂ നമ്മളൊരു ലോക്കൽ പ്ലം ലൈൻ യൂസ് ചെയ്യാം. അതെന്ന് വെച്ചാൽ എന്താ നമുക്ക് തരുന്നത്? അതായത് ഡയറക്ഷൻ ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്.
പിന്നെ എപ്പോഴും ഇതെന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ദിസ് ഇസ് ഓൾ നോൺ ഫാക്ടേഴ്സ് ഇൻ ഫിസിക്സ്. സോ what we do is നമുക്ക് എലിവേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ട്രൂ സർഫസ് വേണം. ഈ സർഫസ് ആണ് ജിയോയിഡൽ സർഫസ് എന്ന് പറയുന്നത്. In where GIS is concerned, equipotential surface define that the horizontal surface. So നമ്മൾ എല്ലാ എലിവേഷൻസ് എടുക്കുന്നതും ഈ equipotential സർഫസിനായിരിക്കും, ജിയോയിഡൽ സർഫസിനായിരിക്കും. സോ ബേസിക്കലി നമ്മളിപ്പോ ഒരു ഗ്ലോബ് നോക്കുമ്പോഴും നമ്മളൊരു അല്ലാതുള്ള ഒരു ഫിഗർ നോക്കുമ്പോഴും എപ്പോഴും നമ്മൾ എർത്തിനെ ഒരു എലിപ്സോ സ്ഫിയർ ഒക്കെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. ബട്ട് ദിസ് ഈസ് ദ റൈറ്റ് ഷേപ്പ് ഓഫ് ദ എർത്ത്. ഇതൊരു EGM 96, അതായത് എർത്ത് ഗ്രാവിറ്റേഷണൽ മോഡൽ 96 എന്നൊരു മോഡലാണ് ഈ ജിയോയിഡൽ മോഡൽ. ഇതിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എർത്തിന്റെ ജിയോയിഡൽ ഹൈറ്റ്സ്, അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ എർത്തിലെ ബാക്കി ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാതെയുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സർഫസ് ഡെബിറ്റ് ചെയ്യുന്നതാണ് ഈ മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ജിയോയിഡൽ സർഫസ് GRS-80 എലിപ്സോയിഡ് ആണ്. അതായത് നമ്മുടെ ഡാറ്റം യൂസ് ചെയ്യുന്നത് GRS-80 എലിപ്സോയിഡൽ ഡാറ്റോ. ജിയോയിഡ് എന്ന് പറയുന്നത് EGM 96 എന്നൊരു ജിയോയിഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ജിയോയിഡൽ ഹൈറ്റ് എന്താണ്? ജിയോയിഡൽ ഹൈറ്റ് difference in meters between the geoid and the reference ellipsoid. Like we'll be coming to that. അത് കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക് ആണ്. അതായത് നമ്മുടെ ജിയോയിഡും നമ്മുടെ എലിപ്സോയിഡും തമ്മിലുള്ള ഡിഫറൻസ്, എലിപ്സോയിഡ് എന്ന് പറയുന്ന ഡാറ്റവും ജിയോയിഡ് എർത്ത് സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ജിയോയിഡൽ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എർത്ത് ഗ്രാവിറ്റേഷൻ EGM 96 എന്നുള്ള ഒരു മോഡലാണ് ഇത്. ഇതിൽ WGS-84 എന്നൊരു റെഫറൻസ് ഫെറോയിഡ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാം ഇതില് ജിയോയിഡ്, അതായത് നമ്മുടെ ജിയോയിഡ് എന്ന് പറയുന്നത് ഡാറ്റത്തിനെ കാട്ടിയും -100 to 70 മീറ്റേഴ്സ് എന്നൊരു വാല്യൂവിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദ ബ്ലൂ റീജിയൻ, മോർ ബ്ലൂ റീജിയൻ റെപ്രസെന്റ് ദ -100 വാല്യൂസ് ആൻഡ് റെഡ് റീജിയൻ റെപ്രസെന്റ് ദ 70 മീറ്റർ റീജിയൻ. സോ നമ്മുടെ റെഫറൻസ് സ്പെറോയിഡൽ ഡാറ്റത്തിൽ നിന്ന് നമ്മുടെ ജിയോയിഡ് എത്രത്തോളം വേരി ചെയ്യുന്നു എന്നുള്ളൊരു റിയൽ വേൾഡ് പിക്ചർ ആണ് ഈ WGS-84 വേൾഡ് എർത്ത് ഗ്രാവിറ്റേഷണൽ മോഡൽ EGM 96 എന്നുള്ള മോഡൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന WGS-84 വേൾഡ് ജിയോളജിക്കൽ സിസ്റ്റം 84 എന്നുള്ള ജിയോയിഡൽ ഹൈറ്റ് മോഡലിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി how we can take measurements from such irregular models, അതായത് irregular models നിന്ന് നമുക്ക് എങ്ങനെ മെഷർമെന്റ്സ് എടുക്കാൻ പറ്റും. So approximation of the above figure using mathematically smooth surface. അതായത് നമുക്ക് ഇത്രയും ഇറഗുലർ മോഡൽസ് എന്ന് നമുക്ക് മെഷർമെന്റ്സ് എടുക്കുക, റിയൽ വേൾഡ് മെഷർമെന്റ്സ് എടുക്കുന്നത് ഒരു വളരെ ടീഡിയസ് ടാസ്ക് ആണ്. സോ നമ്മൾ അതിനെ ഒരു മാത്തമാറ്റിക്കലി സ്മൂത്ത് സർഫസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ക്യാൻ ബി എ ഫ്ലാറ്റ് എർത്ത് മോഡൽ, ദാറ്റ് ക്യാൻ ബി എ സ്പെറിക്കൽ മോഡൽ ഓർ ആൻ എലിപ്സോയിഡൽ മോഡൽ. So what is the shape of the earth? Generally when we talk we say it as a sphere. Okay, when we see a globe it is spherical shape, but the general shape നമ്മൾ മോഡൽ ചെയ്യുന്ന ജനറൽ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഒബ്ലേറ്റഡ് സ്പെറോയിഡ് ആണ്. It's also called an ellipsoid, which is slightly larger in radius at the equator than the poles. അതായത് ഇക്വേറ്ററിലെ റേഡിയസ് ആയിരിക്കും പോളിനെക്കാട്ടും കൂടുതൽ. അതാണ് ഒരു ഒബ്ലേറ്റഡ് സ്പെറോയിഡ് എന്ന് പറയുന്ന ഷേപ്പ്. ഈ ഒരു മോഡലാണ് നമ്മൾ ആക്ച്വലി when we talk about shape of the earth നമ്മൾ മോഡലിംഗിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എലിപ്സോയിഡ്, അതായത് ഒബ്ലേറ്റഡ് സ്പെറോയിഡ് എന്നൊരു മോഡലാണ്. So basically അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ, എലിപ്സിന്റെ മാത്തമാറ്റിക്കൽ മോഡൽ, as we know in graphics നമ്മളിത് പഠിക്കുന്നുണ്ട്. Like what is an ellipse? Ellipse is defined by the semi major axis and the semi minor axis with a flattening ratio. So അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്സിലോൺ ആണ്. ഫ്ലാറ്റനിങ് റേഷ്യോ F എന്ന് പറയുന്നത് a minus b by a is the semi major axis, b is the semi minor axis. So that gives you the flattening ratio. And നമ്മൾ നോക്കുമ്പോൾ F1 F2 എന്ന രണ്ട് മിഡ് പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഏതൊരു പോയിന്റ് P എന്നുള്ളൊരു പോയിന്റ് നമ്മൾ എലിപ്സിൽ എടുത്താലും ആ F1 FP F2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും as of ellipse is concerned. Then when epsilon is 0, when epsilon value becomes 0, this ellipse automatically changes into a circle. So നമ്മൾ earth, as of earth is concerned, what model, ellipsoid model what we are considering, its major axis A is 6,378 kilometer, minor axis B is 6,357 kilometer, and the flattening ratio will be 1/300. The flattening is 300 and the flattening ratio is 1/300.
സോ ഇനി നമ്മൾ ഈ റിയൽ വേൾഡ് നമ്മൾക്ക് 2D അല്ല 3D ആണ്. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എലിപ്സിനെ നമ്മളൊരു ഇസഡ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാണ്. ഈ എലിപ്സ് ഇസഡ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ട്രേസ് ചെയ്യുന്ന പാത്ത്, അത് ട്രേസ് ചെയ്യുന്ന മോഡൽ, അതിനെയാണ് നമ്മൾ സ്ഫെറോയിഡ്സ് എന്ന് പറയുന്നത്. സോ ഈ spheroids also is defined by like semi-major axis, semi-minor axis, but it will be having a z surface also, z value also it will be there in this spheroid. ഇനി നമ്മൾ രണ്ട് തരം സ്ഫെറോയിഡ് ഉണ്ട്. ഒരു പ്രൊലൈറ്റ് സ്ഫെറോയിഡ് ഉണ്ട്, then what is called an oblate spheroid. പ്രൊലൈറ്റ് സ്ഫെറോയിഡ് നമ്മൾ പറയുമ്പോൾ അതിന്റെ നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലായിരിക്കും അതിന്റെ ആക്സിസ്, അതായത് മേജർ ആക്സിസ് നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലായിരിക്കും. ബട്ട് ഒബ്ലേറ്റ് സ്ഫെറോയിഡ് അതിന്റെ ഇക്വറ്റോറിയൽ റീജിയനിലായിരിക്കും അതിന്റെ റേഡിയസ് കൂടുതൽ. സോ നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എൻ ഒബ്ലേറ്റ് സ്ഫെറോയിഡ്. ഈ ഒബ്ലേറ്റ് സ്ഫെറോയിഡിന്റെ വേറൊരു പേരാണ് എലിപ്സോയിഡ്. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത് ഒരു എലിപ്സോയിഡ് ആയിരിക്കും. ഇനി എന്താണ് റെഫറൻസ് എലിപ്സോയിഡ് എന്ന് പറയുന്നത്? It is a theoretical mathematical model that shows a smooth, simplistic representation of Earth's surface. It is used to measure the distance on the surface without having to account for things like elevation changes and landforms. So, okay, നമ്മൾ നേരത്തെ കണ്ടു ഒരു ജിയോയിഡ് എന്ന് പറയുന്നത് അതൊരു ഹൈലി ഇറഗുലർ സർഫസ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു മെഷർമെന്റ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ വെരി ടീഡിയസ് ടാസ്ക്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു സ്മൂത്ത് സർഫസ് വേണം, ഒരു സ്മൂത്ത് സർഫസ് ഫോർ ടേക്കിംഗ് റിയൽ വേൾഡ് മെഷർമെന്റ്സ്. അപ്പോൾ ബാക്കി എലിവേഷനും ലാൻഡ് ഫോമും ഒന്നും ഇല്ലാത്ത ഒരു എർത്ത് സർഫസിനെ, അതായത് ഒരു പ്ലെയിൻ എർത്തിന്റെ ടെറൈനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മോഡലാണ് എലിപ്സോയിഡൽ മാത്തമാറ്റിക്കൽ മോഡൽ. അതിനാണ് എലിപ്സോയിഡൽ മോഡൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആസ് എ എർത്ത് ഈസ് കൺസേൺ, എർത്തിന്റെ ഫിറ്റ് എന്ന് പറയുന്നത് ജിയോയിഡ് ആണെന്ന് പറഞ്ഞു. ഇനി ഏറ്റവും നല്ലോണം എർത്ത് ഈ ജിയോയിഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എലിപ്സോയിഡ് ആയിരിക്കും നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് കാൽക്കുലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ മോഡലിൽ ഡെപിക്ട് ചെയ്തേക്കുന്ന വേരിയസ് റെഫറൻസ് എലിപ്സോയിഡ്. ഇതിൽ എയറി 1830 ഇതിനെ സെമി മേജർ ആക്സിസും ഫ്ലാറ്റനിങ് റേഷ്യോയും വെച്ചാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ WGS 84 എന്നൊരു ഡാറ്റമാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വേൾഡിൽ യൂസ് ചെയ്യുന്നത്. കാരണം അതാണ് നമ്മുടെ എർത്തിനെ പ്രസന്റ് ആ ഡാറ്റമാണ്, ആ മോഡലാണ് നമ്മുടെ എർത്തിനെ ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എലിപ്സോയിഡൽ മോഡൽ എന്ന് പറയുന്നത് വേൾഡ് ജിയോഡറ്റിക് സിസ്റ്റം WGS 84 എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡാറ്റം? So a datum is defined as any numerical or geometrical quantity or set of such quantities which serve as a reference or base for other quantities. So നമ്മൾ ജിയോയിഡ് എന്നൊരു എർത്ത് മോഡൽ എടുക്കുന്നു, ബട്ട് അതിൽ നിന്ന് മെഷർമെന്റ് എടുക്കാൻ വേണ്ടി നമ്മൾ എലിപ്സോയിഡ് എന്നൊരു ഡാറ്റം കൊണ്ടുവരുന്നു. സോ ഈ ഡാറ്റം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് എന്ത് മെഷർമെന്റ്സ് എടുക്കാനും നമുക്കൊരു ബെഞ്ച്, ഇപ്പൊ നമ്മൾ സർവേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ബെഞ്ച് മാർക്കിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് അല്ലെ, ഒരു നോൺ വാല്യൂ ഉള്ള ഒരു പോയിന്റ്. സോ ആ ബെഞ്ച് മാർക്കാണ് അതിന്റെ ഡാറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ 00 എന്നൊരു പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ അതിന്റെ ഡാറ്റം എന്ന് പറയുന്നത് ആ ഡിഫൈൻഡ് 00 പോയിന്റ് ഉള്ള പോയിന്റ് ആയിരിക്കും. സോ അതേപോലെ തന്നെ നമ്മൾ ഏത് റെഫറൻസ് എലിപ്സോയിഡ് ആണ് എടുക്കുന്നത് അതായിരിക്കും ഡാറ്റം എന്ന് പറയുന്നത്. നമുക്ക് എന്ത് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഡാറ്റം ബേസ്ഡ് ആയിരിക്കും. ഇനി എന്താണ് ജിയോഡറ്റിക് ഡാറ്റം? So a geodetic datum defines the size and shape of the earth and the origin and orientation of axis used to define the location of points. അതായത് നമ്മുടെ എർത്തിൽ എവിടെയെങ്കിലും ഉള്ള ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു ജിയോഡിനെയാണ് ജിയോഡറ്റിക്കൽ ഡാറ്റം എന്ന് പറയുന്നത്. ഈ ജിയോഡറ്റിക്കൽ ഡാറ്റം നമ്മുടെ എർത്തിന്റെ സൈസും ഷേപ്പും ഏറ്റവും കൂടുതൽ ഒറിജിനാലിറ്റിയുടെ റിയൽ വേൾഡിനോട് മാക്സിമം 100% ക്ലാരിറ്റിയോടെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡാറ്റം ആയിരിക്കും നമ്മുടെ ജിയോഡറ്റിക്കൽ ഡാറ്റം. സോ this datum serves as a reference frame for measurements on the Earth's surface in which the coordinate of spatial data may be expressed. So നമ്മുടെ എർത്തിന്റെ കോർഡിനേറ്റ് ഡാറ്റാസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ജിയോഡറ്റിക് ഡാറ്റം എന്നുള്ളൊരു റെഫറൻസ് ഫ്രെയിമിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് റിയൽ വേൾഡ് ഡിസ്റ്റൻസും മെഷർമെന്റ്സ്, ലീനിയർ മെഷർമെന്റ്സും അക്വയർ ചെയ്യാൻ വേണ്ടി. So datum comprises both horizontal and vertical references frame. So horizontal datum എന്ന് പറയുന്നത് any reference ellipsoidal ആയിരിക്കും. Vertical datum എന്ന് പറയുന്നത് maybe a geoidal or mean circle ആയിരിക്കും. അത് I'll show it in a figure. So what is horizontal datum? Horizontal datum is nothing but which is a reference ellipsoid and its orientation used to define a horizontal coordinate system. It's also called a horizontal datum.
നമ്മുടെ ഒരു ഹൊറിസോണ്ടൽ, അതായത് നമ്മളിപ്പോ ഒരു എലിവേഷൻ എടുക്കുക, എലിവേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ഹൊറിസോണ്ടൽ ഡാറ്റം വേണം. സോ ആ ഡാറ്റം ഡിഫൈൻ ചെയ്യുന്ന ഡിഫൈൻഡ് ആണ് ഹൊറിസോണ്ടൽ ഡാറ്റം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഈ മെഷർമെന്റ്സ് എടുക്കുന്നത് ഈ ഹൊറിസോണ്ടൽ ഡാറ്റം എന്നായിരിക്കും. So there are many horizontal datums available. There is geocentric datum, there is local datum. നമ്മൾ ജിയോസെൻട്രിക് ഡാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് മോർ ഓവർ ഹോൾ വേൾഡ് അല്ലെങ്കിൽ ഹോൾ എർത്ത് കൺസേൺഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞോളാം, WGS 1984 എന്ന് പറയുന്നത് ഒരു ജിയോസെൻട്രിക് ഡാറ്റമാണ്. ആ ഡാറ്റം നമുക്ക് വേൾഡ്, അതായത് ഇപ്പൊ US-ലാണെങ്കിലും നമ്മൾ ആഫ്രിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഈ ഡാറ്റ കൂടുതലും നമ്മുടെ എർത്തിന്റെ ജിയോഡൽ മോഡലുമായിട്ട് കൂടുതൽ സാമ്യമുള്ള ഒരു ഡാറ്റ ആയിരിക്കും. ഇത് നമുക്ക് ഹോൾ വേൾഡ് യൂസ് ചെയ്യാൻ പോസിബിൾ ആയി, അതാണ് ജിയോസെൻട്രിക് ഡാറ്റ. ബട്ട് വെൻ വി ടോക്ക് അബൌട്ട് ലോക്കൽ ഡാറ്റ, it is not possible to use a local data all over the world. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിരിക്കും. ആ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ മെഷർമെന്റ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലോക്കൽ ഡാറ്റ യൂസ് ചെയ്യാം. നമുക്ക് ഇപ്പൊ ആഫ്രിക്കയിൽ മെഷർമെന്റ് എടുക്കുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലോക്കൽ ഡാറ്റ നമുക്ക് ചൂസ് ചെയ്യാം. ബട്ട് ആ ഡാറ്റ നമുക്ക് ഇന്ത്യയിൽ മെഷർമെന്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ലോക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ സിനാരിയോയിൽ മുമ്പ് യൂസ് ചെയ്തിരുന്ന ലോക്കൽ ഡാറ്റ എന്ന് പറയുന്നത് എവറസ്റ്റ് 1956 എന്നൊരു ഇന്ത്യൻ ഡാറ്റമാണ്. അപ്പോൾ ആ ഡാറ്റ ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ ഇന്ത്യയുടെ GIS സിസ്റ്റത്തിൽ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ നമ്മളൊരു യൂണിഫോം ഡാറ്റത്തിന് വേണ്ടി നമ്മൾ വേൾഡിലെ എല്ലാം, ഇപ്പൊ നമുക്ക് ഒരു ഗ്ലോബൽ അനാലിസിസിന് വേണ്ടി നമുക്ക് ഇന്ത്യൻ ഡാറ്റ യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇപ്പൊ ഓൾ ഓവർ വേൾഡ് അനാലിസിസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു US ഡാറ്റയോ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ നമുക്കത് പോസിബിൾ അല്ല. കാരണം ഡാറ്റ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ രണ്ട് ഡാറ്റയും പിന്നെ മാച്ച് ചെയ്തില്ല. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? WGS 95 എന്നൊരു ഗ്ലോബൽ ഡാറ്റ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ ഇപ്പൊ GIS ഓപ്പറേഷൻസിലൊക്കെ നമ്മളിപ്പോ ആസ് എ കേരള ഡാറ്റാസ് ആർ കൺസേൺ, നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള, നമ്മളിപ്പോ പല ഡിപ്പാർട്ട്മെന്റിലും അവൈലബിൾ ആയിട്ടുള്ള GIS ഡാറ്റാസ് പ്രീവിയസ്ലി ഡിഫൈൻഡ് ഡാറ്റ ചെയ്തേക്കുന്നത് എവറസ്റ്റ് 1956 എന്നൊരു മോഡലിലാണ്. അപ്പൊ അത് നമ്മൾ ഇപ്പോഴത്തെ WGS 1984 എന്നൊരു സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് അലൈൻ ചെയ്യത്തില്ല. ഇത് ചെറിയ ഷിഫ്റ്റ് ഉണ്ടാവും. രണ്ട് ഡാറ്റയും അതായത് നമ്മൾ ഓവർലേ ചെയ്യുമ്പോൾ അത് കറക്റ്റ് വീഴേണ്ട സ്ഥലത്ത് വീഴത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ മെയിൻലി നമ്മൾ എല്ലാ ഡാറ്റയും യൂസ് ചെയ്യുന്ന WGS 1984 എന്നൊരു ഡാറ്റയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഞാൻ ജിയോസെൻട്രിക് ഡാറ്റവും ലോക്കൽ ഡാറ്റവും പറഞ്ഞു. അതാണ് പൊസിഷൻ ആൻഡ് അക്യൂറസി. അത് ഈ ഡാറ്റം ഷിഫ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ പൊസിഷൻ അക്യൂറസിയും ഷിഫ്റ്റ് ചെയ്യും. അതാണ് നേരത്തെ പറയാം, നമുക്കൊരു ലോക്കൽ ഡാറ്റ, അതായത് ഇപ്പൊ എവറസ്റ്റ് ഇന്ത്യൻ ഡാറ്റ നമുക്ക് US-ന്റെ അനാലിസിസിന് ചെയ്യാൻ പറ്റില്ല. അതേപോലെ WGS 74 എന്നൊരു വേറൊരു ഡാറ്റ ഉണ്ട്, അതും ഒരു ഗ്ലോബൽ ഡാറ്റമാണ്. ബട്ട് അതിനെക്കാട്ടിയും കൂടുതൽ അക്യൂറേറ്റ് ആയിട്ടുള്ള WGS 84 എന്നൊരു ഡാറ്റ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഇറ്റ് കീപ് ഓൺ ചേഞ്ചിങ്. ഇനി നമുക്ക് വേറൊരു പുതിയ മോഡൽ വരുവാണ്. പുതിയൊരു മോഡൽ ഇനി വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അക്യൂറേറ്റ് ആണെങ്കിൽ നമ്മൾ ആ മോഡലിലോട്ടായിരിക്കും ഇനി യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ആക്ച്വലി. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ലോക്കൽ ഡാറ്റ ഡിഫൈൻ ചെയ്യാം, അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വാട്ട് ഈസ് വെർട്ടിക്കൽ ഡാറ്റ? സോ വെർട്ടിക്കൽ ഡാറ്റ ഡിഫൈൻസ് ദ ഒറിജിൻ ഫോർ ഹൈറ്റ്സ് ഓർ ഡെപ്ത് വാല്യൂ. അതായത് നമ്മൾ എലിവേഷണൽ ഡാറ്റ കൺസേൺഡ് ആയിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് ഹൊറിസോണ്ടൽ ഡാറ്റ എന്ന് പറയുന്നത്. സോ 3 different types of datum surfaces, that is spheroidal or ellipsoidal height എന്ന് പറയുന്ന ഹൈറ്റ് ഉണ്ട്. പിന്നെ ജിയോയിഡൽ, അതായത് ഗ്രാവിറ്റി റിലേറ്റഡ് ഹൈറ്റ് ഉണ്ട്. പിന്നെ ടൈഡൽ ഹൈറ്റ് മീൻസ് സീ ലെവൽ റിലേറ്റഡ് ഹൈറ്റ് ഉണ്ട്. സോ യു സീ ദിസ് ഫിഗർ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആക്ച്വലി നമ്മൾ മാത്തമാറ്റിക്കലി GIS-ൽ, അതായത് മാത്തമാറ്റിക്കലി നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി മൂന്ന് സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ ഇത് കമ്പൈൻ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ കയ്യിലുള്ളത് റിയൽ വേൾഡ് ഇക്വിപൊട്ടൻഷ്യൽ ഗ്രാവിറ്റേഷണൽ സർഫസ്. ഈ റിയൽ വേൾഡ് ഇക്വിപൊട്ടൻഷ്യൽ ഗ്രാവിറ്റേഷണൽ സർഫസ് ആണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ഇതാണ് എർത്തിന്റെ റിയൽ വേൾഡിലുള്ള സർഫസ്. ഓക്കെ, അതാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. റിയൽ വേൾഡ് സിനാരിയോ, ദാറ്റ് ഈസ് കോൾഡ് ജിയോയിഡ്. ഇനി ഒരു ഡാറ്റ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. എന്തുകൊണ്ട്? ജിയോയിഡ് ഇറഗുലാരിറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് മെഷർമെന്റ്സ് എടുക്കാൻ പാടാണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് നോട്ട് ദാറ്റ് ഈസിലി പോസിബിൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എലിപ്സോയിഡ് എന്നൊരു ഡാറ്റ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ സർഫസ്. ഇനി മൂന്നാമത്തെ സർഫസ് എന്ന് പറയുന്നത് ടോപ്പോഗ്രഫിക് സർഫസ്. ആസ് യു നോ, നമ്മുടെ മൗണ്ടൻസ്, വാലീസ്, നമ്മുടെ ബാക്കി എർത്ത് ഫീച്ചേഴ്സ് കൊണ്ടെല്ലാം നമ്മുടെ എർത്തിന്റെ ടോപ്പോഗ്രഫി ഡിഫൈൻഡ് ആണ്. സോ ഈ ടോപ്പോഗ്രഫിക്കൽ സർഫസ് നമ്മൾ ഇപ്പൊ പറയുന്നു
നമ്മുടെ മൗണ്ട് എവറസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് ഇസ് ദിസ് മച്ച് എലിവേറ്റഡ് ഫ്രം ദ മീൻ സീ ലെവൽ എന്ന് പറയുന്നത് അതിന്റെ ടോപ്പോഗ്രഫിയാണ്. ടോപ്പോഗ്രഫിക്കൽ എലിവേഷൻ ആണ് പറയുന്നത്. ഓക്കെ, സോ this is a very important thing, that is you have three surfaces in as part of modeling is concerned. ഒന്ന് ഒരു ജിയോഡൽ സർഫസ് ആണ്, അത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒന്നൊരു എലിപ്സോയിഡൽ, നിങ്ങൾ അതായത് ഈ ജിയോയിഡുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഡാറ്റ അല്ലെങ്കിൽ ഒരു മോഡൽ, അതാണ് ഈ എലിപ്സോയിഡൽ സർഫസ് എന്ന് പറയുന്നത്. പിന്നെയുള്ള നമ്മുടെ ടോപ്പോഗ്രഫി, മേ ബി എ മൗണ്ടൻ, മേ ബി എ വാല്യൂ, എനി ടെറൈൻ. ഓക്കെ, റിയൽ വേൾഡ് ടോപ്പോഗ്രഫിക്കൽ സിനാരിയോ. So how you take the measurements? So as you know now, like the GPS, everything very ഇതെല്ലാം ഒരു അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മളിപ്പോ ഈ ഡിസ്റ്റൻസസ് എലിവേഷൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആസ് എ എലിവേഷൻ ഈസ് കൺസേൺ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? അപ്പോ ഓർത്തോമെട്രിക് ഹൈറ്റ്, അതായത് ഓർത്തോമെട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിയോയിഡ്, എർത്തിന്റെ ജിയോയിഡിൽ നിന്നും നമ്മുടെ ടോപ്പോഗ്രഫി, അതായത് നമ്മുടെ മൗണ്ടൻസോ നമ്മുടെ ഏതെങ്കിലും ഏരിയ എത്ര എലിവേഷനിലാണ്, അതിനെയാണ് ഓർത്തോമെട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഫ്രം ജിയോയിഡ് ടു ദ ടോപ്പോഗ്രഫി, അതാണ് ഓർത്തോമെട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി എലിപ്സോഡൽ ഹൈറ്റ് ഞാൻ നേരത്തെ ജിയോഡൽ ഹൈറ്റ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു. അതായത് നമ്മുടെ റെഫറൻസ് എലിപ്സോയിഡിൽ നിന്ന് ജിയോയിഡിന്റെ ഡിസ്റ്റൻസ്, ആദ്യം കാണിച്ച ഇമേജ്, അതായത് -70 to 100 meters, -100 to 70 meters വരെ വേരി ചെയ്യുന്ന ആ ഹൈറ്റ്, അതാണ് ജിയോഡൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ജിയോയിഡിൽ നിന്ന് എലിപ്സോയിഡിൽ നിന്ന് ജിയോയിഡ് എത്രത്തോളം ഫ്ലക്ച്വേറ്റഡ് ആണ്, ആ ഹൈറ്റ് ആണ് ജിയോഡൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി എലിപ്സോഡൽ ഹൈറ്റ് ആണ് പുതിയ ടെർമിനോളജി. എലിപ്സോഡൽ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് എലിപ്സോഡൽ ഡാറ്റത്തിൽ നിന്ന് നമ്മുടെ ടോപ്പോഗ്രഫി എത്രമാത്രം എലിവേറ്റഡ് ആണ്, അതാണ് എലിപ്സോഡൽ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പൊ ഒരു റിയൽ വേൾഡ് സിനാരിയോ നമ്മളൊരു ഹൈറ്റ് എടുക്കുന്നത്, അതായത് if we say this area is 800 meter elevated from mean sea level, with respect to mean sea level ആണ് നമ്മൾ മിക്ക എലിവേഷനും പറയുന്നത്. അതായത് നമ്മുടെ മൗണ്ട് K2 ആയാലും മൗണ്ട് എവറസ്റ്റ് ആയാലും നമ്മൾ എപ്പോഴും പറയുന്നത് ദിസ് മച്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ദിസ് മച്ച് മീറ്റർ എലിവേറ്റഡ് ഫ്രം മീൻ സീ ലെവൽ. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഓർത്തോമെട്രിക് ഹൈറ്റ് ആണ്. ഓക്കെ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഓർത്തോമെട്രിക് ഹൈറ്റ് ആണ്. അതായത് നമ്മുടെ ജിയോഡൽ സർഫസിൽ നിന്ന്, ഇക്വിപൊട്ടൻഷ്യൽ ഗ്രാവിറ്റേഷണൽ സർഫസ് ആയ ജിയോഡൽ സർഫസിൽ നിന്ന് നമ്മുടെ ടോപ്പോഗ്രഫി എത്രത്തോളം എലിവേറ്റഡ് ആണ്, അതിനെയാണ് ഓർത്തോമെട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു മീൻ സീ ലെവൽ. അപ്പൊ ഈ ഓർത്തോമെട്രിക് ഹൈറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഫിഗറിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഓർത്തോമെട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് എലിപ്സോഡൽ ഹൈറ്റ് മൈനസ് ജിയോഡൽ ഹൈറ്റ് ആണ്. സോ നമ്മൾ ബേസിക് GPS ടെക്നോളജിക്ക് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എലിവേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് മെഷർ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ എലിപ്സോഡൽ ഹൈറ്റ്, അതായത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന ഡാറ്റത്തിൽ നിന്ന് എത്ര എലിവേറ്റഡ് ആണ് ഈ ഹൈറ്റ് എന്ന്, ഈ നമ്മുടെ നിൽക്കുന്ന സർഫസ് എന്ന് നമ്മൾ മെഷർ ചെയ്യും GPS ഉപയോഗിച്ച്. രണ്ടാമത് നമുക്കുള്ള മോഡലുണ്ട്, അതായത് നമ്മൾ ജിയോഡൽ മോഡലും ഉണ്ട്, എലിപ്സോഡൽ മോഡലും ഉണ്ട്. ഈ രണ്ട് മോഡലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ജിയോഡൽ ഹൈറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ ഓർത്തോമെട്രിക് ഹൈറ്റ് ഡിറൈവ് ചെയ്യുന്നത്. അതായത് എലിപ്സോഡൽ ഹൈറ്റ് മൈനസ് ദ ജിയോഡൽ ഹൈറ്റ് give you the orthometric height, that is how much elevated your surface is from the geoid or the mean sea level. ഇതാണ് ബേസിക് ഓർത്തോമെട്രിക് ഹൈറ്റ്. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മൾ സർവേ ടെക്നിക്സ് ഒക്കെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയി. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഡ്രോൺ ടെക്നോളജി അല്ലെങ്കിൽ സാറ്റലൈറ്റ് സർവേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ടോട്ടൽ സ്റ്റേഷനിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള 00 മെൻഷൻ ചെയ്തിട്ട് ഉള്ള എലിവേഷൻ അല്ല എടുക്കുന്നത്. നമ്മൾ എടുക്കുന്നത് റിയൽ വേൾഡ് എലിവേഷൻസ് ആണ്. അതായത് നമ്മൾ മീൻ സീ ലെവലിൽ നിന്ന് എത്രത്തോളം എലിവേറ്റഡ് ആണ് എന്നുള്ളൊരു മെഷർമെന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആർ getting the real world elevations, real world scenarios. Okay, so you know how much elevated is your area from the mean sea level എന്നുള്ള real world values ആണ് നിങ്ങൾക്ക് ഈ ഒരു സർവേ അനാലിസിസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. So that is how we come to an orthometric, like how we derive orthometric height. So that is basic things about datums, geoids, and how we find elevation details from these kind of data. So basically 3 systems, that is a geoid and ellipsoid and a topography. Okay. So now we will come to the second part, that is coordinate system. So നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു മാപ്പിൽ അല്ലെങ്കിൽ ഒരു എലിപ്സോയിഡിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർ കോർഡിനേറ്റ് സിസ്റ്റം വേണം. സോ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് നത്തിങ് ബട്ട് those are reference values which depicts the location of a particular
feature or a point or anything. So അതിന്റെ ലൊക്കേഷണൽ വാല്യൂസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റഫറൻസ് സിസ്റ്റത്തിന് ഇനി കോർഡിനേറ്റ് എന്ന് പറയുന്നത്. A grid or a coordinate system allows the location of a point on a map or on the surface of Earth to be described in a way that is meaningful and universally understood. So നമ്മളിപ്പോ GIS എൻവയോൺമെന്റിൽ പോവാണ്. നിങ്ങൾ ഇപ്പൊ ഒരു GPS ഉപയോഗിച്ച് ഇപ്പൊ നിങ്ങൾ തമ്പാനൂരിന്റെ ഒരു പോയിന്റ് ലൊക്കേഷൻ എടുത്തു. അപ്പൊ നമ്മൾ GIS എൻവയോൺമെന്റിൽ പോകുമ്പോൾ അത് കറക്റ്റ് മാപ്പിൽ എവിടെയാ തമ്പാനൂർ തന്നെ ചെന്ന് വീഴണ്ടേ. അതായത് നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് എടുത്തൊരു റീഡിങ് അത് ട്രിവാൻഡ്രത്ത് എവിടെയാണോ എടുത്തത് അതിൽ തന്നെ വീഴണം. അപ്പൊ ഇത് രണ്ടും ഒരേ ലാംഗ്വേജ് ടോക്ക് ചെയ്യണം, സംസാരിക്കണം അല്ലെ. സോ ഈ ഒരു ലാംഗ്വേജിനെയാണ് ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ലൊക്കേഷണൽ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഒരു മാപ്പിൽ ഡെപിക്ട് ചെയ്യുന്നത് അതിനെയാണ് ഒരു കോർഡിനേറ്റ് എന്ന് പറയുന്നത്. So essential for both the process of map making and spatial stretch and analysis. So ഇന്നലെ ഞാൻ പറഞ്ഞ ഓവർലേ അനാലിസിസ്, ബഫർ അനാലിസിസ്, ഈ അനാലിസിസ് ഒക്കെ പോസിബിൾ ആവണമെങ്കിൽ നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം വേണം. വി ഷുഡ് ഡിഫൈൻ എ കോർഡിനേറ്റ് സിസ്റ്റം ഫോർ അവർ ഡാറ്റാസ്. സോ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കേറ്റർ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആണ്. UTM എന്ന് പറയും. UTM കോർഡിനേറ്റ് സിസ്റ്റം ആണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. So like basic coordinate system in geography, there is like two systems. One is Cartesian coordinate system and another one is what is called geographic coordinate system. So you know Cartesian coordinate system, it is like depicted by, it is represented by x, y and z axis. And what is geographic coordinate system? So geographic coordinate system is basically what you represent in latitude and longitude. Okay, so geographic coordinate system are represented by latitude and longitude, and Cartesian coordinate system is represented by x, y and z. So these Cartesian coordinates are the coordinates that measures the position of a point from a defined origin along axes that are perpendicular in the represented 2-dimensional or 3-dimensional space. So you are representing 3 axes, x-axis, y-axis and z-axis, which are mutually perpendicular. Then you will എന്താണ് നമ്മൾ x, y, z പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒറിജിൻ, അതായത് എക്സ്, വൈ, സെഡ് എന്നുള്ള ആക്സിസിൽ നിന്നും ഈ പോയിന്റ്സ് എത്രത്തോളം എലിവേറ്റഡ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്റ്റൻസിലാണെന്ന് നമുക്ക് മെഷർ ചെയ്യാം. അതാണ് ബേസിക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. പക്ഷെ നമുക്ക് ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് എന്താണ് നമ്മൾ ആസ് ഓഫ് ജിയോഗ്രഫി ഓഫ് എർത്ത് ഇസ് കൺസേൺ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആസ് ഓഫ് സച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ജിയോഡറ്റിക് കോർഡിനേറ്റ് എന്നൊരു അല്ലെങ്കിൽ ജിയോഗ്രഫിക് കോർഡിനേറ്റ് എന്നൊരു സിസ്റ്റത്തിലോട്ട് നമ്മൾ പോകുന്നത്. So these are actually angular coordinates. Okay, these are represented by latitude and longitude, closely related to spherical polar coordinates, and are generally defined on a 3D spherical or ellipsoidal surface. So നമ്മൾ എടുക്കുന്ന എലിപ്സോയിഡൽ ഡാറ്റ, എലിപ്സോയിഡൽ സർഫസിൽ നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന കോർഡിനേറ്റിനെയാണ് നമ്മൾ ജിയോഡറ്റിക് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ എർത്തിൽ എന്ത് മെഷർമെന്റ് ചെയ്യാൻ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് ജിയോഡറ്റിക് കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ്. So like I explained about what is Cartesian coordinate system, it can be 2D or 3D based on the axis which you are mentioning. If you are mentioning x and y, it is 2D. If you are going for x, y, z, it will become 3D. So A, B, C points from where like ഓരോ ആക്സിസിൽ നിന്നും എത്രത്തോളമാണ് ആ പോയിന്റ് മാറിയെന്ന് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് 3D സ്പേസ് വഴി അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. And what we are concerned, when we talk about GIS, what we are concerned is about geographic coordinates. Okay. So geographic coordinates are often chosen such that one of the numbers represent vertical position and two of the number represent the horizontal position. So നമ്മൾ geographical coordinate കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലൊക്കേഷന്റെ ഹൊറിസോണ്ടൽ പൊസിഷൻ ഡെപിക്ട് ചെയ്യുന്നത് അതിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ആണ്. അതായത് ലാറ്റിറ്റ്യൂഡ് വാല്യൂ ലോഞ്ചിറ്റ്യൂഡ് വാല്യൂ ആണ് അതിന്റെ ഹൊറിസോണ്ടൽ പൊസിഷൻ തീരുമാനിക്കുന്നത്. ഇനി ഇസഡ് വാല്യൂസ് അതിനെ സൂചിപ്പിക്കുന്നത് അതിന്റെ എലിവേഷൻ വാല്യൂ ആണ്. ഓക്കെ, സോ നിങ്ങൾ ഒരു 8 ഡിഗ്രി ലാറ്റിറ്റ്യൂഡും 76 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡും ഉള്ള ഒരു പോയിന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അത് എന്റെ XY പ്രൊഫൈലാണ്. And you are telling that it is 200 meter elevated from mean sea. അതായത് ഓർത്തോമെട്രിക് ഹൈറ്റ് 200 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് XY എന്നുള്ള ഒരു പോയിന്റ് 200 മീറ്റർ എലിവേഷനിൽ ഉള്ളതാണ്. ഓക്കെ, the lines from pole to pole are lines of constant longitude or meridians. The circle parallel to the equator are the lines of constant latitude or parallel. So you know that you have learned it in geography, right? So components of geographic coordinate system, it constitutes of latitudes and longitudes. Latitude connects north and south. Latitude connects east-west direction and longitude connects north-south.
direction. So latitudes നമ്മൾ മെയിൻലി മെറിഡിയൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ 0 ഡിഗ്രി ആണ് നമ്മുടെ പ്രൈം മെറിഡിയൻ, അത് ഗ്രീൻവിച്ചിലൂടെ പാസ് ചെയ്യുന്ന 0 ഡിഗ്രി ആണ് നമ്മൾ പ്രൈം മെറിഡിയൻ ആയിട്ട് എടുത്തേക്കുന്നത്. ഇനി പാരലൽസ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡ്സ്, അതിനെ ഇക്വേറ്റർ ആണ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, അതാണ് പാരലൽസ് എന്ന് പറയുന്നത്. Latitude and longitude are angular measurements made from the center of the earth to a point on the surface of earth. അതായത് നമ്മൾ എർത്തിലെ ഒരു സർഫസിൽ നിന്ന് സർഫസിലേക്ക് സെന്റർ ഓഫ് ദ എർത്തിൽ നിന്ന് എടുക്കുന്ന ആംഗുലാർ മെഷർമെന്റ്സിനെയാണ് ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈച്ച് ലാറ്റിറ്റ്യൂഡ്, എല്ലാ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ചേർന്ന് നമുക്ക് കിട്ടുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക്, ദ തേർഡ് എലിപ്സ് വാട്ട് യു ആർ സീയിങ്, ആ നെറ്റ്വർക്കിനെ നമ്മൾ ഗ്രാറ്റിക്കുലർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സിംഗിൾ യൂണിറ്റിനെ ഗ്രാറ്റിക്യൂൾസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ബേസിക് കോർഡിനേറ്റ് സിസ്റ്റം. സോ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് എന്താണ്, നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിൽ നമ്മൾ GISൽ റെപ്രസെന്റ് ചെയ്യുന്നു. ബട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലീനിയർ മെഷർമെന്റ്സ് എടുക്കാൻ പറ്റില്ല. സി ഇഫ് യു ആർ സേയിങ് you have to go from this place to this place, അത് നമുക്ക് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ മീറ്റേഴ്സിലാണ് വേണ്ടത്. നമുക്ക് ഈ കിലോമീറ്റർ എന്നുള്ളത് നമുക്ക് ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ആംഗുലാർ മെഷർമെന്റ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. സോ നമുക്ക് ഇത് കൂടുതൽ ഒരു യൂസർ ഫ്രണ്ട്ലി രീതിയിലോട്ടാക്കണം. സോ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നമുക്ക് ലീനിയർ മെഷർമെന്റ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫോർമാറ്റിനെയാണ്, ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ മാപ്പ് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so map projection is the technique cartographers and mathematicians have created to depict all or part of three-dimensional roughly spherical surface on two-dimensional flat surface with a minimal distortion. Okay, well, like I'll explain that. So what is the basic problem? As far as GIS is concerned, the basic problem we are facing is Earth is a 3D model. Okay, but നമുക്ക് വേണ്ടത് എന്താണ്, ഒരു 2D representation ആണ്. ഈ 3D മോഡലിനെ ഒരു 2D representationലോട്ട് നമുക്ക് കൊണ്ടുവരണം. സോ നമ്മൾ ആദ്യം എന്താണ്, ഒരു റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ, അതായത് ഗ്ലോബ്, ഒരു ഗ്ലോബ്, അത് എലിപ്സോയിഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വാട്ട് വി ആർ ഡൂയിങ് ഈസ്, നമ്മൾ ഈ എലിപ്സോയിഡിനെ ഒരു സ്കെയിൽ ഫാക്ടർ, അതായത് സ്കെയിൽ ഫാക്ടർ ഉപയോഗിച്ച് അതിനൊരു പ്ലെനാർ സർഫസിൽ കൊണ്ടുവരുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ റിയൽ വേൾഡ് സിനോഡിന് ഒരു കോർഡിനേറ്റ് സിസ്റ്റം, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഉപയോഗിച്ച് ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നു. അതിനെ ഒരു സ്കെയിൽ ഫാക്ടർ ഉപയോഗിച്ച് നമ്മൾ ഒരു പ്ലെനാർ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നു. ഓക്കെ, so what is basically map projection? A map projection is portrayal of the earth's surface or portion of the earth's surface onto a flat surface. This conversion necessarily distorts some aspect of earth's surface such as area, shape, distance or direction. Okay, നമ്മൾ ഇപ്പോൾ ഒരു 3D സിസ്റ്റം, അതായത് 3D സിസ്റ്റത്തിനെ മാപ്പ് പ്രൊജക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഒരു 2D സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഏരിയ ക്യാൻ ഗെറ്റ് ഡിസ്റ്റോർട്ടഡ്, shape can get distorted, distance can get distorted, direction can get distorted. ഈ എല്ലാ ഫീച്ചറിനെയും നമുക്ക് ഒരുമിച്ച് പ്രിസർവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സ് എപ്പോഴും ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ആപ്ലിക്കേഷൻസ് അനുസരിച്ച് നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ തീരുമാനിക്കണം. ഓക്കെ, നമുക്ക് ഏരിയയാണ് നമ്മുടെ കൺസേൺ, ഏരിയ വാല്യൂസിലാണ് നമ്മൾ കൺസേൺ എങ്കിൽ നമ്മൾ ഏരിയനെ നമ്മൾ പ്രിസർവ് ചെയ്തുകൊണ്ട് ബാക്കി ഡിസ്റ്റോർഷന് പോസിബിലിറ്റീസ് ഉള്ള പ്രൊജക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിലോട്ട് പോകണം. നമുക്കിപ്പോ ഷേപ്പ് ആണ് നമ്മുടെ കൺസേൺ ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ഷൻ നമുക്ക് തീരുമാനിക്കാം. സോ ബേസിക്കലി ദർ ഈസ് നോ യൂണിവേഴ്സലി പെർഫെക്റ്റ് പ്രൊജക്ഷൻ സിസ്റ്റം. നമുക്ക് യൂണിവേഴ്സലി പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് ഈ ഏരിയയും ഷേപ്പും ഡിസ്റ്റൻസും ഡയറക്ഷനും എല്ലാം പ്രിസർവ് ചെയ്യുന്ന ഒരു പ്രൊജക്ഷൻ സിസ്റ്റം ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ ഒരു പ്രൊജക്ഷൻ സിസ്റ്റം അവൈലബിളും അല്ല. അത് നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡൽസിന്റെ കൺസ്ട്രെയിൻസ് ആണ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് എന്ത് ഫീച്ചർ ആണ് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഫീച്ചറിനെ പ്രിസർവ് ചെയ്യുന്ന പ്രൊജക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഹൗ പ്രൊജക്ഷൻസ് ആർ ക്ലാസിഫൈ, ഈ ഡിസ്റ്റോർഷൻ വെച്ച് തന്നെയാണ് നമ്മൾ പ്രൊജക്ഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ബൈ ദെയർ ഏരിയ ഓർ ഷേപ്പ് ഡിസ്റ്റോർഷൻ, ബൈ ദ ഷേപ്പ് ദേ ആർ പ്രൊജക്റ്റഡ് ഓൺ ടു, അതായത് അതിന്റെ ഏരിയയും ഷേപ്പും ഡിസ്റ്റോർഷൻ വെച്ച് അത് പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഷേപ്പിലും വെച്ചാണ് നമ്മൾ ഈ പ്രൊജക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തത് ആക്ച്വലി. സോ there is area and shape distortion. അതിലെ രണ്ട് പ്രൊജക്ഷൻ ഉണ്ട്. ഒന്ന് ഇക്വലന്റ് പ്രൊജക്ഷനും ഒന്ന് കൺഫോർമൽ പ്രൊജക്ഷനും. സോ ഇക്വലന്റ് പ്രൊജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് കോൾഡ് ഈക്വൽ ഏരിയ. സോ ഏരിയ ഈസ് സിമിലർ ഓൺ ഗ്ലോബ് ആൻഡ് ഫ്ലാറ്റ് മാപ്പ് ബട്ട് ഷേപ്പ് ഈസ് നോട്ട്. നിങ്ങൾ ഇക്വലന്റ് പ്രൊജക്ഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്ലോബിലെയും മാപ്പിലെയും ഏരിയാസ് സിമിലർ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ എന്തായിരിക്കും ഷേപ്പ് സിമിലർ അല്ല.
ഇനി നിങ്ങൾ കൺഫോമൽ പ്രൊജക്ഷനിലോട്ടാണ് പോവുകയാണെങ്കിൽ ഷേപ്പ് is similar on globe and flat map, but the area is not. അതായത് നിങ്ങൾ ഷേപ്പിനെ പ്രിസർവ് ചെയ്യാണ്, ഷേപ്പിനെ പ്രിസർവ് ചെയ്യുന്നു, ബട്ട് നിങ്ങളുടെ എന്ത് പറ്റും, ഏരിയ പ്രിസർവ്ഡ് ആവില്ല, ഏരിയ ചേഞ്ച് ചെയ്യും. So you cannot measure the area from conformal projection, but you will get the actual absolutely correct shape in conformal projection. ഇനി by the shape they are projected onto, നമ്മൾ ഓരോ ഗ്ലോബും, അതായത് ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഗ്ലോബ് നമ്മൾ ഓരോ ഷേപ്പിലോട്ട് നമുക്ക് പ്രൊജക്ട് ചെയ്യാം. അത് വെച്ച് നമുക്ക് ഇതിനെ വേറെ ഡിഫൈൻ ചെയ്യാം. അതായത് നമ്മളിപ്പോ നമ്മുടെ ഗ്ലോബ് നമ്മൾ ഒരു സിലിണ്ടറിക്കൽ മോഡലിലോട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയും. ഇഫ് യു ആർ പ്രൊജക്ടിങ് ഇറ്റ് ഇൻടു എ കോൺ, പ്രൊജക്ടിങ് ദ സ്ഫിയർ ടു എ കോൺ, then it is conical projection. And if you are projecting it into a plane, then it is called azimuthal projection. So area preservation, area shape which basically two type of projection, that is equivalent projection and conformal projection. In at what shape you are projecting into, by the shape they are projecting onto, എന്ത് ഷേപ്പിലോട്ടാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് അതിനെ വെച്ച് നമുക്ക് സിലിണ്ടറിക്കൽ, കോണിക്കൽ, അസിമുത്തൽ എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം based on the shape onto which you are projecting. Okay. In like three types of projection, as I said, cylindrical, conical, and azimuthal. So now, as of Earth, real world scenario, നമ്മുടെ cylindrical projection എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ലാൻഡ് ഏരിയാസ്, അതായത് എക്സ്ട്രീം നോർത്തും എക്സ്ട്രീം സൗത്തും ആയിട്ടുള്ള ഏരിയാസിന് കൂടുതൽ ആപ്റ്റ് ആയിരിക്കും സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. If you are talking about like transverse Mercator projection is a cylindrical projection, and if you are talking about conical projection, it will be good for east-west land areas. If you are concerned about east-west land areas, we will go for a conical projection. And നമ്മൾ ഒരു global projection ആണ് നമ്മൾ mean ചെയ്യുക. If you are going for global projection, then we will choose azimuthal projection. Lambert azimuthal equal area is a type of azimuthal projection. നമ്മൾ globally azimuthal എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്ലെയിൻ, ഒരു പ്ലെയിനിലോട്ടാണ് നമ്മൾ ഈ ഗ്ലോബിനെ പ്രൊജക്ട് ചെയ്യുന്നത്. So if you are going for a global approach, we will choose the azimuthal projection. So what is cylindrical projection? Cylindrical projection മൂന്ന് തരത്തിൽ ചെയ്യാം. ഒന്ന് ഒരു വെർട്ടിക്കൽ സ്ഫിയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ സ്ഫിയർ ഉപയോഗിക്കാം. Otherwise, you can use a inclined sphere. And inclined sphere ne nammal parayna perana oblique projection. Okay, so you can use a vertical sphere or a horizontal sphere or an oblique sphere. These things are done for different applications. Nammade application nammade purpose endaannu choose cheyidana nammal ee projection lotte povunnathu. And talking about conical projection, there is tangent projection and secant projection. So tangent projection, like from the figure itself, you can understand, like it passes through the surface, but in secant projection, it will cut the surface. Okay, so the like conical projections are two types: tangent and secant projection. Then there comes azimuthal projection. So azimuthal projection is basically we are projecting the ellipsoid into a plane. There are three types of azimuthal projection, that is polar, equatorial, and oblique projection. So നമ്മളിപ്പോ polar projection ലോട്ടാണ് പോകുന്നതെങ്കിൽ our plane will be like oriented in like in polar region. Like we'll orient our plane in polar region and we'll project the map to the plane from the ellipse. And if you are talking about equatorial projection, അതായത് അസിമുത്തലിൽ equatorial projection കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ equatorial region oriented ആയിട്ട് നമ്മൾ പ്ലെയിൻ വെച്ചിട്ട് അതിൽ നിന്ന് പ്രൊജക്ട് ചെയ്യാണ്. സോ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഒബ്ലിക് പ്രൊജക്ഷൻ, ഇറ്റ് വിൽ ബി ഇൻക്ലൈൻഡ് ഇൻ സർട്ടൻ ആംഗിൾ. അപ്പോൾ ഈ ലൈക് ഫ്രം ദ ഫിഗർ ഇറ്റ്സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ പ്രൊജക്ഷൻസിലോട്ട് പോകുന്നത്. നമ്മളിപ്പോ നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പോളാർ ഏരിയ ആണെങ്കിൽ വിൽ ഗോ ഫോർ എ പോളാർ പ്രൊജക്ഷൻ. ഇഫ് അവർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ലൈക് ഇക്വറ്റോറിയൽ റീജിയൻ, നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയനിൽ അലൈൻ ഇരിക്കുന്ന ഏരിയ ആണ് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ വിൽ ഗോ ഫോർ എ ഇക്വറ്റോറിയൽ പ്രൊജക്ഷൻ. And if some areas in between equatorial and polar, we will go for oblique projection. Like ഈ ഒരു ഫീസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് കൂടുതൽ ഗ്ലോബൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അസിമുത്തൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഫീസിബിലിറ്റി ഉള്ളതുകൊണ്ട്. ഇനി ലൈക് വാട്ട് ഈസ് പ്രൊജക്റ്റഡ് കോർഡിനേറ്റ്സ്? നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ ഇനി പ്രൊജക്റ്റഡ് നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, നമുക്ക് ഇതിനെ ഇനി ഒരു പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം ഈസ് വൺ which defined on a flat two-dimensional surface by projecting the 3D Earth feature into a flat 2D surface. അതായത് നമ്മൾ
3D Earth surface or 2D surface projected. Projected coordinate can be defined for both 2D and 3D, in which the XY measurements represent the location on the Earth surface and Z would represent height above or below mean sea level. So XY എന്ന് പറയുന്നത് നമ്മുടെ latitude longitude depict ചെയ്യുന്ന XY directions ആണ് നമ്മുടെ ഒരു എന്താ നമ്മുടെ ലൊക്കേഷൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ as I said, the orthometric height with respect to mean sea level height ആണ് നമ്മുടെ Z direction എന്ന് പറയുന്നത്. Unlike a geographic coordinate system, a projected coordinate system has constant lengths, angles and areas across the two dimensions. So എന്തോ നമ്മുടെ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് മെഷർമെന്റ് എടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അതിന്റെ ലെങ്സും അതിന്റെ ആംഗിൾസും അതിന്റെ ഡയമെൻഷനും ഒന്നും കോൺസ്റ്റന്റ് അല്ല. It's continuously fluctuating, അല്ലെ? But when we go for a projected coordinate system, it has constant lengths, angles and areas. So with the two dimension, so നമുക്ക് the measurements എടുക്കാൻ നമുക്ക് projected coordinate system തന്നെ possible ആവുള്ളൂ. A projected coordinate system is always based on geographic coordinate system that is based on a sphere or sphere. So when we talk about projected coordinate system, അതിന്റെ ബേസ് and അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം തന്നെ. എന്ത് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റമേ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റൂ. അതായത് നമ്മൾ ഏത് സ്പെറോയിഡ്, അതായത് ഏത് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റമായ സ്പെറോയിഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം, ഒരു പ്ലാനാർ സിസ്റ്റം ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. There are different projected coordinate system. There are a lot of projected coordinate system, but as I said before, the main projected coordinate system what we are using today is Universal Transverse Mercator Coordinate System. ഈ യൂണിവേഴ്സൽ UTM എന്ന് നമ്മൾ പറയും. UTM സിസ്റ്റം ആണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മുടെ ആസ് ഓഫ് GIS is concerned. So ഈ UTM എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്വേഴ്സ് മെർക്കേറ്റർ പ്രൊജക്ഷൻ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് 60 സോൺസ് ഉണ്ട്. 60 സോൺസ് കവർ ഫ്രം ദ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ 60 സോൺസ് ഉണ്ട്. In each zones are 6 degree wide. So you can calculate the math, right? 6 into 60 gives you 360 degrees. So you will get the entire 360 degree coverage. And each 60 zones has a central meridian. അത് സെൻട്രൽ മെറിഡിയൻ ഉണ്ടായിരിക്കും. ഒരു റെഫറൻസ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിന്റെ ഇക്വേറ്റർ ആയിരിക്കും. So each zones will be having a central meridian, and reference latitude എന്ന് പറയുന്നത് UTM എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേറ്റർ ആണ്, 0 degree latitude ആണ്. ഇനി preserves what is the benefit is that it preserves direction and small shapes. So it is a type of conformal projection, as I said before. It's a conformal projection. It preserves shapes and direction. So the units are in meters. Okay. So projection. So what all properties the projections can preserve? Area. If we need the correct area of survey, we'll go to Albert's equal area projection. Albert's equal area projection is important for mass balance. Okay, it preserves the area. So shape, local angles, and shown. If you go for Lambert conformal projection, these are types of different projections which preserves local angles and shown which are shown correctly. Then direction. In some case, some analysis directions are very important. Okay, all directions are shown correctly relative to the center. So that is also Lambert Azimuthal equal area projection. That is one kind of projection. Then distance, which are preserved along particular lines. These are some properties which are preserved in the projections in different projections. In normal projections, some type of projection can preserve two properties. Okay, there are some kind of projections which are available which can protect two properties. So map projections by property preserve. So there is conformal or orthomorphic projection. We are concerned about shape and area, right? So there is conformal projection. Preserves local shape by using correct angles, local direction also correct. So idenda preserve in conformal projection preserve in the local shape, local directions. Either use with correct angles and use the preserve. Latitude longitude lines intersect at 90 degrees. Every latitude and longitude lines they will intersect at 90 degrees. Area is usually grossly distorted on at least part of the map. Either partnum areas preserved but as I said before, there is no a universally perfect projection system
is not available. എന്തെങ്കിലുമൊക്കെ ഒരു defects കാണും നമ്മൾ പ്രൊജക്ഷനിലോട്ട് as a projection is concerned. So ഇതിൽ conformal projection അല്ലെങ്കിൽ orthomorphic projection പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് നമ്മുടെ ഷേപ്പും ആംഗിൾസും പ്രിസർവ് ചെയ്യും. അതോടൊപ്പം തന്നെ ഏരിയയ്ക്ക് ലീസ്റ്റ് ഡിസ്റ്റോർഷനേ ഉണ്ടാവുള്ളൂ. മോസ്റ്റ് ഓഫ് ദി area is also protected or preserved, but there will be least distortion. No projection can preserve shape of large areas everywhere. There is no projection available to preserve shape of larger areas everywhere. Use of presentations, more large scale maps by USGS are conformal projection. So as of GIS is concerned, most of our data are acquired from USGS, United States Geological Society. So they use this conformal projection because your shape is being protected, your direction is being protected, and there is only least area distortion. So USGS uses conformal projection. So example of some conformal projections are Mercator projection or stereographic projections. No, that is about conformal projection. The other type is equal area, equivalent or homolographic projections. So area of all displayed features is correct. Equal area, as the name depicts itself, is when we transfer from spheroid to the map projection to the planar projection, area will be displayed in correct. The area of the feature will be correct or apt. It will not get distorted. Shape, angle, scale, or all three distorted to achieve equal area. So how we are going to achieve the equal area? So there will be a slight distortion in shape, there will be a slight distortion in angle, and there will be a slight distortion in scale. If we are going to preserve shape, angle, and scale, we will not be able to attain the perfect area or the correct area. So there will be slight distortions in these three factors. The main thing is shape won't be too much distorted, angle won't be too much distorted, and scale will not be too much distorted. There will be a balance, little bit distortion in shape and little bit distortion in angle and little bit distortion in scale to attain the perfect area. That is how equivalent area projection works. So this is commonly used in GIS because of importance of area measurement. So as of GIS, many analysis of GIS are concerned. We are concerned about the area. Okay, so if you are concerned about the area, we will use this equal area projection. So use for thematic and distribution maps. So if you are going for thematic map representation, if you are representing Kerala and every districts of 14 districts of Kerala in map, you need to preserve the shape and area, right? Otherwise, it will not make any sense. So you will go for this equal area kind of projections. Then, on example for equal area projections, Albert's conic, Lambert's azimuthal projection. So Albert's conic projection and Lambert's azimuthal projection is on example of equal area projection. So map projections by property preserved. So distance and direction, these are the properties. We are going for distance and direction preservation. That is, one projection is equidistant projection. So equidistant projection preserve the distance, that is scale, between some points or along some lines. The distance will not be distorted. No map is equidistant everywhere on map. So what this tells is that, as I said before, there is no perfect projection. So no, if you are going for the distance measurement, it will not be equidistance in every part of the map. What it means is that if you are measuring a distance in equatorial region, the same distance will not be equidistant. That is, the 100 meters will not be 100 meters in the polar region. Okay, that is what it means. That is what equidistant projection means. There will be slight distortions. So distance true along one or more lines or everywhere from one point. So distance will be true. If you are concerned about particular areas, so if you some parcels of areas, this distance will be true, or parallels along a single latitude. Along a single latitude, this distance may be true. But if you are shifting from that latitude to another latitude, the distance changes. But again, along that same latitude, the distance is preserved. The distance will be same. That is what it means.
Then important for long distance navigation. So equidistance is important for long distance navigation as the distance is preserved. So if you are planning a 150 kilometer, 200 kilometer travel, if the distance is not right, what you get in the map, your time calculation will get wrong, right? So as long as navigational purpose is concerned, you should follow a equidistance projection. So two examples of equidistance projections are sinusoidal projection and azimuthal projection. Now we'll talk about true direction preserved projection. So provides correct direction either locally or relative to center. So whatever datum we are taking, it will be depend on the datum, right? Every projected coordinate system will be the representation of the geographical coordinate system, which is defined by a datum. So whatever datum you are taking, according to that datum, you will get a preserved directional projection, which will be preserved in a local area or relative to the center of that datum. Okay, so what it means that if you're taking a local projection, like if you're taking a local projection concerned to India, there the directions will be preserved, but that won't guarantee you the same property at some other place in the world, like Greenland or Africa. Okay, so this is also important for navigation. So why? Because as you know, like navigation direction is very important. So if you're this kind of things are determined by the purpose of your analysis or by the purpose of your application. So you have to point out whatever applications you are using. Then you have to come up with this kind of inferences, or which kind of properties or parameters should be preserved. Such kind of applications. Some many some many also be conformal, equal area, or equidistant. So it can be conformal projection, it can be equal area projection, or it can be an equidistant projection. So example of such kind of projection is like what we said is Metadata projection, and for local direct azimuthal projection, which is related to a center point. And how we choose a map projection. So see. So now, like when you get a GIS data, it will be mostly 99.99% of time it will be defined in WGS 1984 datum, because it is now the globally used data. And when you go for a projected system, you go for the UTM projection, Universal Transverse Mercator projection, as a present scenario. But if a thing arises, like you want to choose a map projection according to you have to concentrate extent of area to map city, state, country, world. So which area are you considering? Are you considering the whole world, or are you considering India alone, or are you considering Kerala alone? This kind of decisions you have to make. Then location, will it be aligned to polar region, or will it be aligned to equatorial region, or will it be a mid-latitude region? This is another thing you have to analyze. Then predominant extent of area to map. Will it be east-west aligned or north-south aligned, or will it is oblique? This kind of inference you have to make. So these three things you have to point out first. Then what is the thumb rule for choosing the map projection? Choose a standard for your organization and keep all the data that way. So when you are handling our GIS data, always follow a uniform projection system. If you are collecting a roadmap, you collect the roadmap in such kind of a like in one projection system. And if you are collecting the building or house data of that area, you do not use different projection system, because it will not match in GIS. Use the same projection system for the same area. So as of Kerala is concerned, if you are collecting the data, always collect the data of Kerala in a single projection. So basically what we are using is UTM zone 43 north projected coordinate system. That projection is what we are using. It is a UTM projection which is like confined to the Kerala region, zone 43 north projection. And the geographic coordinate will be, projection system will be WGS 1984 system. Then also retain lat long coordinate in GIS database if possible. So as I said before, your projected coordinate
coordinate system represent what you have what you have done using the geographic coordinate system. Your latitude longitude value is the basic foundation of your projection system, right? So always preserve these latitude longitude coordinate values, and from that only you go to other projections. Then for small areas, projection is less critical and datum is less critical and datum is more critical, and vice versa. So if your analysis is constrained to your small area, your projection is less critical because projection doesn't matter much. But what matters much is data. Data matters much. So that give you more accuracy. When you're choosing the datum, it will determine the accuracy at which you are doing the analysis for small areas. But for your large areas, this thing reverses. The datum doesn't do much, but your projection does much when you're concerned about large areas. Then use equal area projection for thematic or distribution map, and as a general choice for GIS work. Always go for equal area projections, because as of GIS operations are concerned, area and linear measurements play a very important role in analysis part. So always, like 99.99% go for equal area projections. If some other applications or some other purpose you're pointing out, then you can go for different projections. Then use conformal projection in presentations. So when we go for presentations, we want to give a visual appearance, right? So your shape and size must be preserved. So you use the conformal projections for presenting the data. And for navigational approach, of course, you have to know the correct distance and direction. So use that kind of projections. So actually, these are the basic things you have to keep in mind. But now the GIS system has grown in much manner that a person who doesn't have particular knowledge about the coordinate systems also can handle GIS data, because the system itself takes care of that. But the thing is, if you're collecting data from three or four different domains, so such as let me say, if you are collecting the your area. If you're doing a 14 district analysis, weather analysis, you're collecting the area data from the land records board or the revenue board. You are collecting the GIS data from there, and you are collecting your weather data from the meteorological department, and you are collecting many other data from different departments. But what is the problem you're going to face? Maybe these departments are handling data in different projection systems. So what you have to do, so if you do an analysis, or if you do an overlay, it will not happen, because if the data are in different projection systems, the analysis never takes place, because those are in different two worlds. As GIS is concerned, those are in different two worlds. Okay, so you have to convert these kind of data to a single projection system. That is what I told you before. When you're handling GIS data, all in the metadata, the projection systems are well defined. Okay, so always first see the projection system. In which projection system is this depicted? That you have to see first. And if two data are in the same projection system, then you can work with this data. And another thing you have to be concerned is, if you're going for linear measurements, area measurements, then you have to see that you have to the data is in projected coordinate system. Why? Because geographic coordinate system doesn't give you the linear measurements. Okay, only projected coordinate system we give you the linear measurements. So you have to convert this projected coordinate geographic coordinate system to linear geographic coordinate system to projected coordinate system. See, these things, if you do mathematically, it will be a cumbersome process, but the automated tools are available in various GIS software. In one click, you can do this kind of operations. But generally, you have to have a certain basic idea about these things while dealing with this data. Otherwise, if some error comes, okay, you are doing a network analysis, you are finding the shortest distance from one place A to B, but you are getting an error. But you are not, as you see, your data is correct, your analysis methodology is proper. But what will not be, sometimes you have collected the two road networks from two different agencies or two different websites. You have collected this data, so which may not be in same projection system. So the analysis will not take place. So
while doing such kind of analysis, if you have these basic kind of knowledges, you can easily find out the error and what is the reason for the error, and also you can do the remedies. That is what knowing the basic knowledge about coordinate system will help you. As of users are concerned, as of GIS user people are concerned, you doesn't need to have in-depth knowledge about this coordinate system and this projection system, but you should know what all things are happening in background, which will give you more insight about the analysis part. So that is pretty much today about the coordinate system. So if you have any doubts, I'm happy to answer. So please raise your hands if you have some doubts. So no doubts. Okay, what is the difference between metadata and attributes? Okay, what metadata is? It is what we say it as data of a data. So if you are collecting what I said before, if you are collecting a water sample, okay, so attributes will be the parameters what you are measuring from that water sample, right? Quality, quantity, and everything will be the attribute data, and its location will also be attribute data. But what is metadata? Metadata gives you the insight about the data. So in which time you collected the data, which date you collected the data, and which scale you collected the data. This kind of information are given by the metadata. It is data of data. So what this data represents, that is defined by metadata, and what all parameters are you measuring, or what all inference are you getting, this kind of information you are storing in like attributes. So what is the main practical difference is that attributes you use it for analysis, okay, and metadata you use it for understanding of the data. You use metadata for understanding what the data is, and for analysis purpose you use the attribute data. Okay. Okay, projected coordinate and geographic coordinate. See, if you are doing certain analysis in which you doesn't need any measurements, okay, just for visualization purposes, you are doing analysis. You can easily use geographical coordinates. There is no need for going for projected coordinate. But if you are doing an analysis and you require area or measurements, or you need particular values, linear mathematical values you need. So at that time, you have to go for projected coordinate system, because the geographical coordinate system doesn't give you linear measurements. Okay. So if it is on the visualization point of view, you can simply do use geographical coordinate, lat long will. But if you're going for statistical analysis and measurements, etc., you have to go for projected coordinate system. As I said, what we use is, now we use WGS. Previously, India used Everest 1956 Everest model system, but now as GIS has flourished, we have to give a global look into it, right? So now we are using WGS 1984 geographical coordinate system and UTM, Universal Transform Operator projected coordinate system in India. I think it is clear. Any questions?
So if there are no questions, shall I wind up? Okay, then. So tomorrow will be our last session. We'll be talking about application purpose, and I QGIS, two simple open source softwares. Okay, one is Googler. So it will just be an introductory session of these softwares. Nothing, will not be doing tedious analysis or hands-on training, etc. Just to make you familiar, to make you introduce you to these two platforms and some applications of GIS. So thank you everyone. See you all tomorrow, same time, same. Okay.